എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഞണ്ട് കറി ആയാലോ? അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് കറി. ഒരു തവണ നിങ്ങൾ ഈ ഒരു രീതി തയ്യാറാക്കുകയാണെങ്കിൽ പിന്നീട് ഞണ്ട് വാങ്ങിക്കുമ്പോഴൊക്കെ ഈ ഒരു രീതി തന്നെ ട്രൈ ചെയ്യും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞണ്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു രീതി തയ്യാറാക്കി കൊടുത്താൽ കഴിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് കറി, നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് കറിയാണ് കൂട്ടുകാരുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇത് തയ്യാറാക്കുന്ന വിധം നമുക്കൊന്ന് വേഗം കണ്ടിട്ട് വന്നാലോ? അത്യാവശ്യം വലിപ്പമുള്ള 4 ഞണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് കണ്ടാലോ? ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴും ഇതിനകത്ത് ചെറിയ മണ്ണൊക്കെ കാണും, ആ കടലിലെ മണ്ണൊക്കെ ഇതിനകത്ത് കാണും. അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് വേണം പിന്നീട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ. ആദ്യം വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുക. മണലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം ഞാൻ ഇതിൻ്റെ കാലെല്ലാം ഒന്ന് സെപ്പറേറ്റ് അടർത്തി മാറ്റുകയാണ്. വലിയ കാലുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം അതിനകത്ത് മാത്രമേ മാംസം കാണുകയുള്ളൂ. ചെറുതെല്ലാം ഞാൻ റിമൂവ് ചെയ്ത് മാറ്റുകയാണ്. അതിൻ്റെ കാലെല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയ ശേഷം സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് അടർത്തി കൊടുക്കാമെങ്കിൽ അതിൻ്റെ തോട് നമുക്ക് ഈസി ആയിട്ട് ഇളക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് വെള്ളം ഒഴിച്ച് ആ അകത്തുള്ള അഴുക്കെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. നടുകെ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ആ മസാലയൊക്കെ പിടിച്ച് കിട്ടുകയുള്ളൂ. വലിയ പീസായിട്ട് ഇടുന്നതിനെക്കാട്ടിൽ മീഡിയം പീസുകളായിട്ട് ഇടുകയാണെങ്കിൽ മസാലയൊക്കെ ഉള്ളിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടും. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഞണ്ടിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. മസാലയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു 12 പീസോളം ചെറിയുള്ളി നെടുകെ പിളർന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാലേ നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറി ലീഫും, പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഒരു 3 എണ്ണം ഞാൻ ഒടിച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് കൂടുതലും എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും, ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളൊക്കെ ഈ ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെയാകുമ്പോൾ ആ ഉള്ളിയൊക്കെ അങ്ങ് വെന്ത് അലിഞ്ഞ് കിട്ടുകയും ചെയ്യും. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? തേങ്ങ വറുത്തരച്ച രീതിയിലാണ് നമ്മൾ ഈ ഞണ്ട് കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഞണ്ട് റോസ്റ്റോ ഒക്കെ നമ്മൾ തയ്യാറാക്കിയെടുക്കുമല്ലോ, ഇതുപോലെ വറുത്തരച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല കിടു ടേസ്റ്റാണ്. 3/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതോടൊപ്പം കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്ത് തേങ്ങ നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഞണ്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്നു. കുറച്ച് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട്, അതും കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാൻ തേങ്ങയും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. തേങ്ങ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുകയാണ്. വേറെ ഓയിലൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് ഈ തേങ്ങ വറുത്തെടുക്കുന്നതും. ഈ ഒരു രീതിയിൽ ക്രാബ് കറിയൊന്നും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും തയ്യാറാക്കേണ്ടതാണ്. നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല കുറുകിയ ചാറോടുകൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, അധികം സമയമൊന്നും എടുക്കത്തുമില്ല. ഉള്ളിയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെയാണല്ലോ നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും ഞാനൊരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഓയിൽ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. തേങ്ങ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ മൂത്ത് വന്നപ്പോൾ ഇതിലോട്ട് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർത്ത് കൊടുത്താൽ പൊടികളുടെ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിയിട്ട് നമുക്കിതൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്.
ഞണ്ടിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ലേശം വെള്ളം ചേർത്ത് തന്നെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇളം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഈ ഒരു സമയത്ത്. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് നമുക്ക് കറിക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ കറി നമുക്കൊന്ന് തിളച്ച് കിട്ടണം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് തിളച്ചാൽ മുകളിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നൊരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് സ്റ്റൗവ്. കറി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയുള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ അലിഞ്ഞ് തന്നെ കറിയിലോട്ട് ചേർന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു ഞണ്ട് കറി തന്നെയാണ് കൂട്ടുകാരുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇനി ഈ കറിയിലോട്ടൊന്ന് താളിച്ചും കൂടെ ചേർക്കണം. ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് താളിച്ചും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 തണ്ട് കറി ലീഫും 2 വറ്റൽമുളകുമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. വേറെ ചെറിയുള്ളി ഒന്നും മൂപ്പിച്ച് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി അരിഞ്ഞതൂടെ മൂപ്പിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. ഈ താളിപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം സെർവ് ചെയ്യാനായിട്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു ഞണ്ട് കറി റെസിപ്പിയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത്. ഇന്നത്തെ ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. നമ്മൾ കറി തയ്യാറാക്കി കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാവൂ. അങ്ങനെയാകുമ്പോഴേ കുറച്ചും കൂടെ കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ കറി സെർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞണ്ട് വെച്ചിട്ട് വിവിധ തരം കറികൾ നമ്മൾ തയ്യാറാക്കി എടുക്കുമല്ലോ. ഈ ഒരു രീതിയിൽ കൂട്ടുകാർ തയ്യാറാക്കി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. ഇതിൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് ഇന്ന് പങ്കുവച്ചത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.